ഞാൻ ആരുടെ പേരാണോ ആരോപണമായിട്ട് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേര് സഹിതം ലൊക്കേഷനും സംവിധായകൻ്റെ പേരും ലൊക്കേഷനും അതിപ്പോൾ അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര്. തൽക്കാലം മീഡിയയുടെ മുമ്പിൽ, അത് വേറൊന്നുമല്ല, എൻ്റെ വീട്ടിൽ കുറച്ച് പ്രഷറുണ്ട്, അതുകൊണ്ട് പറയേണ്ടി വന്നാൽ പറയും. അവരെ ഒന്ന് കൺവിൻസ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യക്തിപരമായ നേട്ടത്തിനോ എന്തെങ്കിലും കാര്യത്തിനാണ് ഇത് സംസാരിക്കുക, ഈ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇതൊരിക്കലും ഒരു സോണിയ മൽഹാറിൻ്റെ വിഷയമല്ല. അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കും അറിയാം. ഇതൊരു പൊതുവായ നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പൊതുവെ സ്ത്രീകൾ പ്രത്യേകിച്ച് കലാരംഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തതാണ്. അപ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പം എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടോ എന്ന് മീഡിയ ചോദിച്ചപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയാനോ പറ്റില്ല. നടന്ന കാര്യമല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ നടന്ന കാര്യം ഒരാളെ ബാധിക്കുമെങ്കിൽ അതിന് സുഹൃത്തായാലും അച്ഛനായാലും അമ്മയായാലും പറഞ്ഞല്ലേ പറ്റൂ. അതാണ്. പറയുന്ന ആരോപണ വിധേയരെ സംരക്ഷിക്കാനാണ്, അല്ലെങ്കിൽ അവരുടെ ഇന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് വ്യാജ വാർത്ത സൃഷ്ടിക്കുകയാണ്, അങ്ങനെ ഒരു ആരോപണം വരുന്നത്? അത് ഈ പൈസ പറ്റിയിട്ട് കുറേ വിഷയങ്ങൾ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അത് ഇതിൽ മാത്രമല്ല. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരാളല്ല, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ ചിതറ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഒരാളാണ്. ഞാൻ 12 വർഷമായിട്ട് ഈ തിരുവനന്തപുരത്ത് കൈമനം എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ 10-11 വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു നടിയാണ്. എന്നെക്കുറിച്ച് ഇത് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് കേട്ട് കാണും. പല മീഡിയയുടെ ഓഫീസിലും ഞാൻ കോടികൾ കൈപ്പറ്റുന്ന ആളായിട്ട് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോലും എനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1000 രൂപ തികച്ച് ഉണ്ടാവില്ല. അതാണ് ഞാൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാൻ അർഹതയില്ലാത്ത ഒരു രൂപയും ഞാൻ ആരിൽ നിന്നും മേടിക്കില്ല. പിന്നെയാണോ എൻ്റെ മാനത്തിന് വില പറയുന്ന ഒരു കാര്യം സംസാരിച്ചിട്ട് ആളെന്ന് മേടിക്കുക. ഞാൻ 2 കോടി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടു. ഫുള്ള് കാണാനുള്ള സമയക്കുറവുണ്ട്. എന്നാലും ആളുകൾ പറയുന്ന അനുസരിച്ച് കാശ് വാങ്ങിയിട്ട് ആരോപണത്തിൽ നിന്ന് പിന്മാറിയെന്നൊരു ഇതും, വേറൊരു നടനെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ നിഷേധിച്ചു എന്നും, അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല. മീഡിയ ഓരോന്ന് പറയുന്നു, ഞാനത് അല്ലാന്ന് ചില സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നത്, ഓരോരോ പേരുകൾ ചോദിക്കുമ്പോൾ ഞാൻ അല്ലാന്ന് പറയും. അത് നമ്മൾക്ക് ഇപ്പം എന്തിനാ ഹൈഡ് ചെയ്തിട്ടില്ലല്ലോ. ഹൈഡ് ചെയ്യുന്ന വെച്ചാൽ മീഡിയയുടെ മുമ്പിൽ എനിക്ക് ആ പേര് ചിലപ്പോൾ പറയേണ്ടി വന്നാൽ ഞാൻ പറയാം. എൻ്റെ വീട്ടുകാരെ ഇന്നും കൂടെ എനിക്കൊന്ന് കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ അതിൽ ഇളയ ആൾ പറഞ്ഞു, നല്ല കോളായിട്ടുണ്ടല്ലോ, അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അവൻ തമാശയ്ക്കാണ് പറഞ്ഞെങ്കിൽ അതെൻ്റെ ചങ്കി കൊണ്ടു. ബിക്കോസ് നമുക്ക് കുടുംബത്തിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് കിട്ടണമല്ലോ. അതാണ് എന്നെ പേഴ്സണലി ബന്ധങ്ങളുള്ളവരാ. അവരാരും എന്നെ വിളിച്ചിട്ട് എന്നെക്കുറിച്ചാണോ അല്ലെങ്കിൽ അത് ഞാൻ തന്നെ അല്ലേ എന്നൊരു ചോദ്യം വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ചോദിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്, നമ്പറുള്ള ആളാണ്. ഇതുവരെ വിളിച്ചിട്ടില്ല. പക്ഷേ ഡയറക്റ്റ് വിളിക്കാതെ അർദ്ധരാത്രി 12:30 ദുബായ് നമ്പറിൽ നിന്നും DGP ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോള് വരുന്നുണ്ട്. രാത്രി 12:30 ശേഷം വരുന്ന കോള് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, പിന്നെ മീഡിയ ആരെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. രാവിലെ ഒന്ന് തിരിച്ച് വിളിച്ചപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ നമ്പറുകളൊക്കെ പോലീസ് പ്രത്യേക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഐശ്വര്യ ഡോങ്കര മാഡവും പൂങ്കുഴലി മാമും ഒക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഭയക്കുന്നില്ല. കാരണം മരണം ഒരിക്കൽ 2 വട്ടം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ, ഒറ്റ തവണ മരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ആരുടെയെങ്കിലും കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ ഓക്കെ. പിന്നെ ഭീഷണി കോളൊന്നും എനിക്ക് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. തൽക്കാലം ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക. ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഈട്ടാവട്ടത്ത് തന്നെ ഉള്ള ആളാണ്. കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം. പക്ഷേ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അതങ്ങനെ കൊന്നൊന്നും ഒതുക്കാൻ പറ്റില്ല. പിന്നെ അല്ല, ഇന്നലെ ഒരാൾ വന്നിട്ട് എനിക്കത് നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഓൺലൈൻ മീഡിയ ചോദിച്ചാലും ഞാൻ ഇത് കൊടുക്കാറുണ്ട്. ബിക്കോസ് നമ്മളൊരു സാധാരണക്കാരിയാണ്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസിൽ നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു. എനിക്ക് വളരെ വ്യക്തമായി സംശയമുണ്ട്. അയാളുടെ കാർഡ് വെച്ചപ്പോൾ കാർഡില്ല, അയാൾ കോമൺ ആയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞു. അയാൾ നിങ്ങൾ ആരും ചോദിക്കാത്ത 2-3 ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എന്നെക്കുറിച്ച് അത് പഠിക്കാൻ വന്നതാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അതായത് അവർ ചോദിച്ചത് ഇതാണ്, അല്ല സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അവർ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഇതാണ്, ഇതിന് തെളിവുണ്ടോ, അത് അവനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ചുമ്മാ ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു വിറയിൽ കണ്ടപ്പോൾ എനിക്ക് എന്തോ ചോദിക്കണമെന്ന് തോന്നി. അപ്പോൾ അയാൾ ഹേമ കമ്മിറ്റിയിലുള്ള കാര്യങ്ങളോ അത് എന്ത് കമ്മിറ്റിയാന്ന് പോലും കൃത്യമായിട്ട് അവന് മനസ്സിലാവുന്നില്ല. ആരോ ഒരു ക്യാമറയും സാധനങ്ങളും കൊടുത്ത് ഒരാളെ വിട്ടതാണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് കാരണം എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്, ക്വസ്റ്റ്യൻ അല്ല ഒരു ചോദ്യം ചോദിച്ചത് ഇതാണ്, ആളുടെ പടം കോടിക്കണക്കിന് രൂപയുടെ ഇത് അതായത് കോടികൾ ചിലവാക്കിയിട്ടുള്ള ഒരു പടം റിലീസാകാൻ പോവുകയാണ്. ഈ ആരോ സോറി ഒരു സെക്കൻഡ് എൻ്റെ ഫോണൊന്ന് സൈലന്റ് മോഡിൽ ഇട്ടോട്ടെ സാർ. നിക്ക് ഒറ്റ സെക്കൻഡ് കൂടെ. അപ്പം സോറി അപ്പം ഇവരെന്താ പറഞ്ഞെന്ന് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അയാൾ ചോദിച്ചതാണ്, ഇത്രയും പണം ചിലവാക്കി പടം റിലീസാകാൻ പോവുകയാണ്, ഒരു പ്രത്യേക പേര് പറഞ്ഞു. ആ ആരോപണ വിധേയനായ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് തന്നെയാണ് പറഞ്ഞത്. അതാണ് എനിക്ക് ഞെട്ടലുണ്ടായത്. ആ പടം റിലീസാകാൻ പോവുകയാണ്, അപ്പോൾ അതൊക്കെ അതിൻ്റെ റിലീസിങ്ങോ അതിൻ്റെ വിജയത്തെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ പോയി കാണും. ഇപ്പോഴും ഞാൻ എല്ലാവരോടും മീഡിയയുടെ മുന്നിൽ പറയുകയാണ്, ഞാനൊരു ആർട്ടിസ്റ്റാണ്, അതിൻ്റെ ഭാഗത്തുനിന്ന് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ സിനിമ ഇപ്പോൾ ഈ സിനിമയും ഈ വൃത്തികേടുകളുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. ബിക്കോസ് ഒരു സിനിമയുടെ പുറകിൽ 10-100 പേരുടെ ആളുകളുടെ എഫേർട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആരും അത് കണ്ടില്ല എന്നടിക്കരുത്. പൊതുജനങ്ങൾ ഈ എൻ്റെ പേരും പറഞ്ഞ് ഞാൻ കാരണം സിനിമ ഇൻഡസ്ട്രി ഇന്നലെ എനിക്കൊരു ഇതയച്ചത് സോണിയ മൽഹാർ നിമിത്തം ഫിലിം ഇൻഡസ്ട്രി പുതിയ പടങ്ങൾ നിശ്ചലാവസ്ഥയിൽ. ഇതൊക്കെ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു വൃത്തിയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമുക്ക്? അത് തിരുത്തേണ് വേണ്ടത്. അതും സിനിമയുടെ റിലീസിങ്ങുമായിട്ടോ ആ റിലീസിങ്ങിനെ തടയുന്ന രീതിയിൽ